ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫസ്റ്റ് ടിപ്പ് നോക്കാം. എഗ്ഗ് പാത്രത്തിലൊക്കെ ഇട്ട് ബോയിൽ ചെയ്യുന്നതിന് പകരം പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുക്കറിൽ ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയതിനു ശേഷം തുറത്ത് നോക്കാം. ഇതാ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് തൊലി പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അല്പം വെളുത്തുള്ളിയും കറിവേപ്പിലയും ചേർത്തെടുക്കാം. ഇത് ഫിഷിൻ്റെ രുചി കൂട്ടുന്നു. വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതുപോലെ ഒരു വശം മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ടിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. ആദ്യമേ ചേർത്ത് കൊടുത്താൽ വെളുത്തുള്ളിയും കറിവേപ്പിലയും കരിഞ്ഞു പോകും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. പുതുതായി വാങ്ങിക്കുന്ന സ്റ്റീൽ പാത്രങ്ങളിലും സ്പൂണുകളിലും ഗ്ലാസ്സുകളിലൊക്കെ ഇതുപോലെ സ്റ്റിക്കർ കാണും. അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ഒന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ചൂടാക്കുക. എന്നിട്ട് ഇതാ നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ സ്റ്റിക്കർ റിമൂവ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഇതുപോലെ ഒരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും വെച്ചതിന് ശേഷം വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെക്കാം. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ മതി. ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാം. നെക്സ്റ്റ് കറിവേപ്പില ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുക്കണം. എന്നിട്ടൊരു ബോക്സിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഓരോ തണ്ടിൽ നിന്നായിട്ടും കറിവേപ്പില അടർത്തിയെടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എയർ ടൈറ്റ് ആയിട്ട് ബോക്സിൽ അടച്ചു വെച്ചാൽ മതി. ഒരുപാട് കാലം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വെളിച്ചെണ്ണയിലോട്ട് ഇതുപോലെ കുരുമുളകും കല്ലുപ്പും ചേർത്ത് വെച്ചാൽ വർഷങ്ങളോളം വെളിച്ചെണ്ണ കേടുകൂടാതിരിക്കും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മുടെ വീട്ടിലെ അരിയിലും പയറുവർഗ്ഗങ്ങളിലൊക്കെ പെട്ടെന്ന് പുഴുക്കൾ വന്ന് കേടുവന്ന് പോവും. അങ്ങനെ വരാതിരിക്കാൻ അതിലേക്ക് ആര്യവേപ്പിൻ്റെ ഇല ചേർത്ത് വെച്ചാൽ മതി. അതുപോലെ കടലവർഗ്ഗങ്ങളിലും ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. നെക്സ്റ്റ് നമ്മുടെ കിച്ചണൊക്കെ എത്ര ക്ലീൻ ആക്കിയാലും ചില ഭാഗങ്ങളിലൊക്കെ ഉറുമ്പുണ്ടാവും. ആ സമയത്ത് അവിടെ അല്പം പൗഡർ വിതറി കൊടുത്താൽ മതി. ഉറുമ്പെല്ലാം പെട്ടെന്ന് തന്നെ പോയിക്കോളും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നാരങ്ങ സ്റ്റോർ ചെയ്യുന്ന രീതിയാണ്. നമ്മൾ നാരങ്ങ ഇതുപോലെ ഫ്രിഡ്ജിൽ വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതിൻ്റെ തൊലിയെല്ലാം കളറൊക്കെ ചേഞ്ച് ആയിട്ട് പെട്ടെന്ന് തന്നെ കേടന്ന് പോവും. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് എയർ ടൈറ്റ് ആയിട്ടൊരു ബോക്സിൽ അടച്ച് വെച്ച് സ്റ്റോർ ചെയ്ത് വെച്ചാൽ ഒരുപാട് കാലം അതിൻ്റെ ഫ്രഷ്നെസ് ഒന്നും നഷ്ടപ്പെടാതെ ഇതുപോലെ ഇരുന്നോളൂ. നെക്സ്റ്റ് മുളകെല്ലാം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിൽ വെക്കാൻ. അങ്ങനെ അതിൽ മുളക് ഒരുപാട് കാലം കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. തലേന്നൊക്കെ ബാലൻസ് വന്ന പൊറോട്ട പിറ്റേ ദിവസം ചൂടാക്കിയെടുക്കുന്ന സമയത്ത് അതിലേക്ക് അല്പം വെള്ളം കുടഞ്ഞിട്ട് ചൂടാക്കിയെടുക്കുക. എന്നാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം.
മുരിങ്ങയില തോരനെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയം കുക്ക് ചെയ്താൽ അത് കയ്പ്പ് രസം വരും. ഒന്ന് ആവി കയറിയതിന് ശേഷം മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ആ മൂടി വെച്ച ആവിക്ക് കിടന്ന് വെന്തോളും. മുരിങ്ങയിലൊന്നും ഒരുപാട് സമയം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. നമ്മൾ പഴം പുഴുങ്ങുന്ന സമയത്ത് ഇതുപോലെ കുക്കറിൽ 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്തിട്ട്, ഒരുപാട് വെള്ളം വെക്കേണ്ട ആവശ്യമില്ല, ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്താൽ മതി കേട്ടോ. എന്നിട്ടൊരു 2 വിസിൽ വേവിച്ചെടുക്കുക. അതുപോലെ നല്ല പഴുത്ത പഴമാണെങ്കിൽ ഒറ്റ വിസിൽ മാത്രം വേവിച്ചെടുത്താൽ മതി. ഈസി ആയിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഒരു ടിപ്പ് നോക്കാം. നമ്മൾ ഇതുപോലെ മുട്ടത്തോടൊക്കെ വലിച്ചെറിയാറാണ് പതിവ്. അത് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഇട്ടുകൊടുത്താൽ ചെടികളിലൊക്കെ നന്നായിട്ട് കായ്ക്കാനും പൂക്കാനും അത് നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ നല്ലതാണ്. മുട്ടത്തോടിൽ ഒരുപാട് കാൽഷ്യം, മാഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം അങ്ങനെ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ചെടികൾക്കെല്ലാം വളരെ നല്ലതാണ്. അതുപോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പഴത്തൊലി. പഴത്തൊലി ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് അതിന് മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 2 ദിവസം ഒന്ന് നന്നായിട്ട് അടച്ചു വെക്കാം. ഇനി ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഞെവിടിയിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇനി അതിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നല്ലതാണ്. നെക്സ്റ്റ് ഇതുപോലെ കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ നല്ല ചൂട് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇതിൽ നമ്മുടെ മൈക്രോ ഫൈബർ ക്ലോത്ത്, കിച്ചൺ ക്ലോത്തോ അതെല്ലാം ഇട്ട് വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഡിഷ് വാഷും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് 1/2 മണിക്കൂറിന് ശേഷം കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി. നല്ല ക്ലീനായി കിട്ടും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. ഇത് തലേന്നത്തെ കഞ്ഞിവെള്ളമാണ്. അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പുളിച്ച കഞ്ഞിവെള്ളം നമ്മുടെ പ്ലാന്റുകളിലെ കീടാണുക്കൾ പോവാനും നമ്മുടെ പ്ലാന്റുകൾ നന്നായിട്ട് ഗ്രോ ചെയ്യാനൊക്കെ നല്ലതാണ്. നെക്സ്റ്റ് നമ്മളെല്ലാം റോബസ്റ്റ് പഴം കഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊലി വലിച്ചെറിയാറാണ് പതിവ്. ഇനി മുതൽ അത് വലിച്ചെറിയേണ്ട. അതിൻ്റെ പിൽ വെച്ചിട്ട് ഒരു അടിപൊളി സൂത്രമാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ മുഖത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മുഖക്കുരുവും കറുത്ത പാടുകളെല്ലാം പോവാൻ ഇത് നല്ലതാണ്. നെക്സ്റ്റ് ചില സമയത്ത് കുക്കർ വിസിലടിക്കാതെ അതിൻ്റെ പ്രഷറെല്ലാം പുറത്തു പോവും. അതൊരു വാഷറിൻ്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. ആ സമയത്ത് വാഷർ ഒരു 10-15 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ട് യൂസ് ചെയ്താൽ ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും. നെക്സ്റ്റ് വെണ്ടക്ക ഫ്രൈ ആക്കുന്ന സമയത്ത് ഇതുപോലെ ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ അത് മൂടി വെക്കാതെ തുറന്ന് വേവിക്കുക. എന്നാൽ നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ മുന്നേയും ഒരുപാട് ടിപ്സുകൾ അടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടെ പോയി കണ്ടു നോക്കുക. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.